ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു 1 ഡേ സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് എറണാകുളത്തുള്ള വെറ്റ്സ്ലർ റിസോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതൊരു പ്രീ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. പെട്ടെന്ന് നമുക്ക് എന്നാ ഒന്ന് പോയിട്ട് വന്നാലോ എന്നുള്ള രീതിയിൽ ക്വിക്കായി സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റിസോർട്ടാണ് കേട്ടോ കണ്ടിട്ട്. അപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തു. പിറ്റത്തെ ദിവസം തന്നെ പോയി. എന്താ പറയുക, റിസോർട്ടിനെ പറ്റിയിട്ട് പക്ക സിറ്റി ഏരിയ ആണ്. പക്ഷേ സിറ്റി ഏരിയയിൽ നമ്മുടെ മൂന്നാർ വയനാടൊക്കെ പോലെ പക്ക ഒരു ഫോറസ്റ്റ് ആംബിയൻസിന് നടുവിൽ ഒരു റിസോർട്ട് അവർ പണിത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആ ഒരു ഐഡിയ ബ്രില്യൻ്റ് ആണ്, റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. ഭയങ്കര ഭംഗിയാണ്. പിന്നെ ചെറിയൊരു റൂമും എന്താ പറയുക, ചെറിയൊരു ബാത്റൂമും ഒക്കെ ഒരു കപ്പിളിന് 1 ഡേ നല്ല അടിപൊളിയായി നിന്നിട്ട് വരാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ അതും നോക്കിയിട്ടാണ് പോയത്. നമുക്ക് പെട്ടെന്ന് പോയി പെട്ടെന്ന് എത്തണമായിരുന്നു. ആക്ച്വലി ബഹ്റൈനിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഇതൊന്നല്ല വിചാരിച്ചത്, നമുക്ക് കുറേ ട്രിപ്പൊക്കെ പോകണമെന്നാണ്. ആസ് യൂഷ്വൽ ഇപ്രാവശ്യവും മൂഞ്ചി ഗൈസ്. ആ ഒരു വിഷമം നമ്മളെ ട്രിഗർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഈ ഒരു റിസോർട്ട് കിട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ എത്തുമ്പോൾ എന്തായാലും പറഞ്ഞ സമയത്ത് എത്താൻ പറ്റില്ലായിരുന്നു. പിന്നെ വേഗം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങി കേട്ടോ. അവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണണ്ടേ. എന്താ പറയുക, നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? ഈ ഒരു ഫുൾ സൗണ്ടും ആ ഒരു ആംബിയൻസാണ് അവിടെ മൊത്തമായിരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുക ഇതേപോലെ കുറച്ചധികം യാത്രകൾ വന്നപ്പോൾ തൊട്ട് ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് യാത്രകളാണ്. ആക്ച്വലി നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ എബ്രോഡിൽ നിന്ന് വരുന്നത്. പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടുന്നത് എബ്രോഡ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു യാത്രയൊക്കെ തുടങ്ങി അത് എൻജോയ് ചെയ്യുമ്പോഴാണ് നമ്മളെ എത്രമാത്രം സ്ട്രെസ് റിലീഫ് ആവുന്നു എന്നുള്ളത് നമുക്ക് റിയലൈസ് ആയി വരുന്നത് കേട്ടോ. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് എണീറ്റതാണ് കേട്ടോ. ഈ റിസോർട്ട് ഉണ്ടല്ലോ വൈകിട്ടാകുമ്പോഴും കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഒരു ലൈറ്റ്സൊക്കെ ഇട്ടപ്പോഴും ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇത് ആക്ച്വലി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്താണ്. ഒരൊറ്റ സ്ട്രെച്ചിലാണ് റൗണ്ട് ഷേപ്പിൽ ഇവർ ഈ റിസോർട്ട് പണിത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കോഫിയൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സിറ്റ് ഔട്ടിൽ സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു. പിന്നെ രാത്രിയായപ്പോൾ നമ്മളൊന്ന് ഇറങ്ങി പുറത്ത്. ആ ഒരു ടൈമും നമ്മൾ കാണണമല്ലോ അവിടുത്തെ ഭംഗി. അങ്ങനെ കുറച്ച് നേരം പുറത്ത് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ കയറിയായിരുന്നു. പിന്നെ പിറ്റത്തെ ദിവസം മോർണിംഗ് ആയപ്പോഴേക്കും നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നു. അതൊക്കെ വയറ് നിറച്ച് കഴിച്ച് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ.